പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ഞായറാഴ്ച സാബത്ത്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു. ഇന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. എന്നാൽ സ്നേഹമുള്ളവരെ, ഇന്ന് കുറച്ചധികം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, ഈശോയോട് ചേർന്നിരിക്കുക, സമാധാനത്തിലിരിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ തന്നെയാണ് ദൈവം പറയുന്നത്. മറ്റുള്ളതൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കി. അതെങ്ങനെയാ? ചില മക്കളോട് ഓഫീസ് സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, പറയേണ്ട കാര്യമില്ല, അത്രയ്ക്കും പ്രഷറുണ്ട്. അവർ പറയും ഇന്ന് ഉറക്കത്തിൻ്റെ ദിവസമാണ്, പള്ളിപ്പോക്ക് അത് പറ്റാറില്ല, സാധിക്കാറില്ല. ചിലപ്പോൾ വല്ല വൈകുന്നേരം കുർബാന ഉണ്ടെങ്കിൽ അപ്പം പോകും. ചിലപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ 2 അടിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടക്കുന്ന എല്ലാവരും അല്ലോട്ടോ. ചില ആളുകൾ, കുഞ്ഞുങ്ങൾ, മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ചില വിഭാഗം ആൾക്കാർ ഇന്ന് ടൂറിൻ്റെ ദിവസമാണ്, കറങ്ങി നടക്കണ സ്ഥലക്കറക്കം. ആ ഒരു ഞായറാഴ്ച കിട്ടണേ ഇവിടെ പള്ളി പോകാനൊന്നും പറ്റൂല. പള്ളി പോകാൻ പറ്റൂല. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ അത്ര അഭിഷേകം, ഈശോ തരുന്ന കൃപ, ഈശോ തരുന്ന കാരുണ്യം, ഈശോ തരുന്ന ബന്ധങ്ങളിൽ നിന്ന് മോചനം നമുക്കറിയാമുള്ള ഞെട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്ക് മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഇന്ന് അനേകം മക്കൾ, ബ്രദറെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോയി ബ്രദറെ, ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോയി ബ്രദറെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നല്ലേ. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 2 ലക്ഷത്തിൻ്റെ താഴെയോ അത്രയോ എനിക്ക് കറക്റ്റ് അറിയില്ല, ഒക്കെ പറയാറുണ്ട്. എത്ര ലക്ഷം വേണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ മക്കള്. എന്നാൽ ഒരു ഹിന്ദു ആണ്, മാമോദിസ സ്വീകരിച്ച ഒരു ഹിന്ദു ഫാമിലിയാണ്. എവിടെ നിന്നാണ് വന്നേ? കോതാമംഗലല്ലേ, അല്ല തൊടുപുഴ എന്നാണ് വന്നത്. അതെങ്ങനെ ജീവിച്ചെന്നൊരാകെ ചുക്കിച്ചിളങ്ങിയൊക്കെ മോഹമൊക്കെ ഷേപ്പൊക്കെ മാറിയാണ് വന്നത്. എത്രേ അതെനിക്കറിയില്ല. 10,000 ബ്ലഡ് കൗണ്ട് ഉള്ളെങ്കിൽ അങ്ങനെ ജീവിച്ചിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പറയുന്നത്. പക്ഷേ ധ്യാനത്തിന് കൂട്ടി അത് വേറെ കാര്യമുണ്ട്. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ നിൻ്റെ നാമത്തിൽ ബ്ലഡ് കൗണ്ട് കൂടട്ടെ, ആവശ്യത്തിന് കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ 50,000 75,000 എന്നൊക്കെ അവർ ദൈവമക്കൾ പറയാറുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് നല്ല സൗന്ദര്യമായി ആ സഹോദരി മാറുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ. പിന്നീട് കൗണ്ടൊക്കെ നല്ല രീതിയിലായി, നല്ല ഒരു അഭിഷേകം ഉള്ളൊരു മകളായി മാറുകയാണ്. ഒരു ഹിന്ദു സഹോദരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹിന്ദു അല്ല, ക്രിസ്ത്യനായവർ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവിൻ്റെ മക്കളെ, നിങ്ങൾ ഏത് രോഗമായിരുന്നാലും, ഏത് പ്രതിസന്ധികളായിരുന്നാലും, കടഭാരങ്ങളായിരുന്നാലും, തകർന്നു കിടക്കുന്ന അവസ്ഥ ആണെങ്കിലും, എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട കിടക്കുന്ന അവസ്ഥ, 38 വർഷക്കാലം ബെത്സയിദ കുളത്തിൻകരയിൽ കിടന്ന ആ രോഗിയെ പോലെ ഉള്ള മനോഭാവമാണോ നിനക്ക്? മക്കളെ, ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ പ്രൊഫസർ ഫ്രാൻസിസ് കരിപ്പേരി അച്ഛൻ പറയാറുണ്ട്, ജോസെ നീ എന്ത് വേണേലും ചെയ്തോ, പക്ഷേ എനിക്കൊരു ഫേസ് അവിടെ ഇടണം. എനിക്ക് ഗോൾ അടിക്കാനുള്ള ഫേസ് ആണ്. എന്ത് വേണേലും ചെയ്യാം, പക്ഷേ എനിക്കൊരു ഫേസ്, എനിക്ക് പറഞ്ഞു നിൽക്കാനുള്ളതാണ്, എനിക്ക് പറയാനുള്ളൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞ പോലെ, സ്നേഹമുള്ളവരെ, ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നീ 38 വർഷം, ചിലപ്പോൾ അതിലും വർഷമായിട്ട് കിടക്കുന്നതായിരിക്കും, തളർന്ന് കിടക്കുകയായിരിക്കും. നിന്റെ പ്രതിസന്ധികൾ മുന്നോട്ട് പോവില്ല എന്ന് നീ തീരുമാനം എടുത്ത് വെച്ചേക്കണായിരിക്കും. നീ ദൈവമല്ല, നീ തീരുമാനം എടുത്ത് വെച്ചിരിക്കുന്ന സമയമായിരിക്കാം. നിനക്ക് ഇനി മക്കളെ കിട്ടില്ല എന്ന് നീ തീരുമാനം എടുത്ത് വെച്ചേക്കണയായിരിക്കും. എനിക്കൊരു ജീവിതത്തിൽ ഒരു വീട് കിട്ടില്ലെന്ന് നീ തീരുമാനം എടുത്ത് വെച്ചിരിക്കുകയായിരിക്കും. എന്നെ കേൾക്കുന്ന മോനെ മോളെ, ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുള്ളേ? ദൈവത്തിന് അസാധ്യമായി എന്തുണ്ട്? എല്ലാം ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ കാര്യം ചെയ്തോ. ഞാൻ വേറെ പാട്ട് പറഞ്ഞു തന്നു, നിങ്ങൾ ഈ പാട്ട് പാടിക്കോ. മക്കളില്ലാത്തവർ ഈ പാട്ട് പാടിക്കൊണ്ട് നടന്ന ഏത് പാട്ടാ? അസാധ്യമായി ഒന്നുമില്ല, സാധ്യമേ, എല്ലാം സാധ്യമേ, കർത്താവിനെല്ലാം സാധ്യമേ. ഈ പാട്ട് പാടിയിട്ട് മക്കളില്ലാതിരുന്ന ഉണ്ണിക്ക്, ഞാറക്കൽ ഹോസ്പിറ്റൽ പടിയുള്ളവൻ ഉണ്ണിക്ക് 3 മക്കളായി. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ എനിക്കൊരു വീട് കിട്ടില്ല, എനിക്കൊരു കൊച്ചിനെ കിട്ടില്ല, എൻ്റെ രോഗം മാറില്ല. തീരുമാനം നീ എടുത്തിരിക്കുക. ദൈവത്തിന് there's no chance. ദൈവത്തിന് ഒന്നും ചെയ്യാം. ദൈവത്തിന് ഒരു ഗ്യാപ്പും കൊടുക്കുന്നില്ല. നീ ഒരു ഗ്യാപ്പ് കൊടുക്ക്, ഒരു ഗോൾ അടിക്കുക. ദൈവത്തിന് ചാൻസ് കൊടുക്കുക. നീ നിന്റെ മനസ്സുകൊണ്ട് കൊടുക്കണം, നിന്റെ തീരുമാനത്തിന് കൊടുക്കണം. അവിടെ ദൈവത്തിന് അത്ഭുതം നടത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്.
38 വർഷക്കാലം തളർന്നു കിടന്ന രോഗിയോട് ഈശോ ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ എന്താ കേട്ടെ? ഉണ്ട് ഈശോയെ, നീ എന്നെ സുഖപ്പെടുത്തി, ഈശോയെ നന്ദി എന്ന് പറഞ്ഞോ? അല്ല, അവിടെ പരാതിയെ പറയണേ. എന്താ പറയുക? വെള്ളവിളക്ക് കഴുത്തോളായിട്ട് ആരുമില്ല, മറ്റുള്ളവരൊക്കെ ഇറങ്ങുന്നു, അവർക്ക് സൗഖ്യം, എനിക്കില്ല. അപ്പൊ പരാതിപ്പെട്ടിയാണ്. നിന്റെ ജീവിതത്തിൽ നീ ഒരു അമ്മായിമ്മയാണോ, മരുമകളാണോ, നീ ഒരു അനിയനാണോ, ചേട്ടനാണോ, ചേട്ടൻ്റെ ഭാര്യയാണോ, ആരുമായിക്കോട്ടെ, ഇവിടെ ആരാണെന്നതിന് പ്രശസ്തിയില്ല. നീ ഒരു പരാതിപ്പെട്ടിയാണോ? നിന്റെ മനസ്സ് ദൈവത്തിന് 100% കൊടുക്കാൻ നിനക്ക് സാധിക്കുമോ? സാധിക്കണം. അതല്ലേ നിന്റെ മേല് ഓഫീസറായിരിക്കാം, സീനിയർ ഓഫീസറായിരിക്കാം, മേലുദ്യോഗസ്ഥനായിരിക്കാം, അല്ലെ SHO ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. നീ ക്ഷമിക്കുക, നീ സഹിക്കുക, നീ അദ്ദേഹത്തിന് ദൈവത്തിന് കൊടുക്കുക, നിന്നെ ദൈവത്തിന് കൊടുക്കുക. അവിടുത്തെ ഇഷ്ടം ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എൻ്റെ മേൽ നടക്കട്ടെ, അവിടുത്തെ ഇഷ്ടം എൻ്റെ മേൽ നടക്കട്ടെ. അങ്ങനെ നിന്ന് കൊടുക്കാൻ സാധിക്കുമോ? ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയില്ലേ കർത്താവ്? നിന്റെ മേല് ദൈവം അത്ഭുതം നടത്തും. നീ തീരുമാനിക്കില്ല, എന്നെ കേൾക്കുന്ന മോളെ, നീ തീരുമാനിക്കില്ലേ? എന്താണ് എൻ്റെ രോഗം മാറില്ല, എനിക്ക് വീട് കിട്ടൂല, എൻ്റെ മുമ്പിൽ ഭയങ്കര കടഭാരമാണ്, എന്ത് ചെയ്യാനാ? എൻ്റെ മുമ്പിലൊക്കെ ഭയങ്കര കടഭാരം, നടക്കൂല എന്ന കേൾക്ക് മോളെ. അവിടെ കഴിഞ്ഞ ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞില്ലേ? കേട്ടായിരുന്നോ? എന്താണ്? ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു ലേഡി, ഒരു വിശുദ്ധിയായ ഒരു സഹോദരി. ആ സഹോദരിയുടെ ക്യാൻസർ രോഗം മാറുക മാത്രമല്ല, 2012, 13, 15 ധ്യാനത്തിന് വന്നിരുന്നു തോന്നുന്നു. അപ്പോൾ ആ സഹോദരിയുടെ ക്യാൻസർ രോഗം മാറുക മാത്രമല്ല, 12, 13 വർഷം മക്കളില്ലാതിരുന്ന ലേഡിക്ക് ഈശോ ഒരു കുഞ്ഞിനെ കൊടുത്തു, ഒരു മോളെ കൊടുത്തു. കാണാത്ത ഞാൻ എന്നിലൂടെ പൊക്കമുള്ള കൊച്ച്, വണ്ണം കുറഞ്ഞ കൊച്ച്, കുറച്ച് വെളുത്ത കൊച്ച്. ഹല്ലേലൂയ. ആ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, 2 കിലോ താഴെ ആയിട്ടുള്ളൂ കേട്ടോ, ഭാരമായിട്ടുള്ളൂ. എല്ലാത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഒന്നേ ഉള്ളൂ. അത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയേക്കണാണ്. ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കുഞ്ഞിന്. സാലു, സന്ദീപ് എന്ന് പറഞ്ഞ ദമ്പതികളുടെ കുഞ്ഞാണ്, പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. 1396 ദമ്പതികൾക്കാണ് മക്കളെ കിട്ടിയേക്കണത്. ഹല്ലേലൂയ. നിങ്ങൾക്കും മക്കളുണ്ടാവും, എല്ലാം ദൈവം തരും കേട്ടോ. യേശുവേ നന്ദി, യേശുവേ സ്വഹസ്ത്രം. അപ്പോൾ എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, എൻ്റെ ദൈവത്തിന് സകലം സാധിക്കും. എൻ്റെ ദൈവത്തിന് ഒന്ന് തൊട്ടാൽ മതി, ഒരു നിമിഷം മതി. ആ മനോഭാവത്തിലേക്ക് വരണം. ഓക്കെ, മറ്റേത് വിട്ടിട്ട് ഈ മനോഭാവത്തിലേക്ക് വരിക. ഇന്ന് ദൈവം ഞായറാഴ്ച ഈ വചനമൊക്കെ വായിച്ചിരിക്കുക, ജപമാല ചെല്ലുക, ദൈവത്തെ സ്തുതിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ.